നമസ്കാരം. ലുലു മിതാദ് സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുരേഷ്. ഞാൻ സവിത. ദേവസ്പർശം തൊട്ടറിയുന്ന സൃഷ്ടികൾ ഓരോ കാലയളവിലും നമുക്ക് ലഭിക്കാറുണ്ട്. അത്തരമൊരു ദൈവദത്തമായ സൃഷ്ടിയാണ് മിതാദ്. ഓഡിയോ വിഷ്വൽ രംഗത്ത് വിസ്മയമായി മാറിയ കലാസൃഷ്ടികളിൽ പ്രഥമ സ്ഥാനത്തെത്തുന്നു മിതാദ്. പ്രേക്ഷകർ മനസ്സുകൊണ്ട് സ്വീകരിച്ച ഒരു കലാസൃഷ്ടിയുടെ നാമധേയത്തിൽ ഒരു സ്നേഹസന്ധ്യ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. കലയും സംഗീതവും സ്നേഹമാണ് നമുക്ക് സമ്മാനിക്കുന്നുവെങ്കിൽ ഈ സംഗീതോപഹാരത്തിൻ്റെ ആവിഷ്കർത്താവായ ശ്രീ വിജയൻ ഈസ്റ്റ് കോസ്റ്റ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരുന്നത് ജാതി മതചിന്തകൾക്ക് അതീതമായ ഒരു സ്വപ്നലോകമാണ്. ഈ സ്വപ്നലോകത്തിൽ, സംഗീതത്തിൻ്റെ ലോകത്തിൽ, പ്രണയത്തിൻ്റെയും ഭക്തിയുടെയും ഉത്സവലഹരിയുടെ എല്ലാം തേരിലേറി നമുക്കൊരു യാത്ര പോകാം. ഏഷ്യാനെറ്റും ഈസ്റ്റ് കോസ്റ്റും കൂടെ സംയുക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഗാനനൃത്ത സന്ധ്യ, ലുലു മിതാദ് സന്ധ്യ. പ്രേക്ഷകരൊന്നടങ്കം ഹൃദയപൂർവ്വം സ്വീകരിച്ച നിരവധി സ്റ്റേജ് ഷോകളുടെ സംഘാടകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ എന്നുള്ള നിലയിലോ ആയിരുന്നു നാളിതുവരെ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അറിയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നിതാ കാലഘട്ടത്തിൻ്റെ സ്പന്ദനമായി മാറിയ പ്രണയാർദ്ര ഗാനങ്ങളുടെ രചയിതാവ്, പ്രേക്ഷകർ മനസ്സുകൊണ്ട് സ്വീകരിച്ച വീഡിയോ ആൽബങ്ങളുടെ സംവിധായകൻ, ഒപ്പം ഇന്ന് ഇവിടെ അരങ്ങേറുന്ന മിതാദ് സന്ധ്യയുടെ സൂത്രധാരൻ എന്നീ നിലകളിൽ അദ്ദേഹം ഇവിടെ എത്തുകയാണ്. മിതാദ് സന്ധ്യയുടെ ആശയവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നതും ശ്രീ വിജയൻ ഈസ്റ്റ് കോസ്റ്റാണ്. ഒക്ടോബർ 2 ദോഹയിൽ സമാരംഭിച്ച ഈ മിതാദ് സന്ധ്യ UAEയിൽ വന്നെത്തുമ്പോൾ ഞങ്ങളൊരു സന്തോഷ വർത്തമാനം അറിയാൻ കഴിഞ്ഞു. ആ സന്തോഷ വർത്തമാനം ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എന്തെന്നാൽ നിങ്ങൾക്കെല്ലാം അറിയാം, കുറച്ചുനാൾ മുമ്പ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത നിനക്കായി എന്ന ടെലിഫിലിം, അത് ഈ കൊല്ലത്തെ ഏറ്റവും നല്ല ടെലിഫിലിം എന്ന നിലയിലും അതിൻ്റെ സംവിധായകനായ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഏറ്റവും നല്ല സംവിധായകൻ എന്ന നിലയിലും കേരളത്തിലെ പ്രമുഖ സംഘടനയായ സോളാർ ഫിലിം സൊസൈറ്റി തിരഞ്ഞെടുത്തു എന്നൊരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പിന്നിട്ട ഈ നാളുകളിൽ ഞങ്ങൾക്ക് കിട്ടിയ അഷാരവും ഈ മിതാദ് സന്ധ്യയ്ക്ക് നിങ്ങളിൽ നിന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇതിൻ്റെ ആവിഷ്കർത്താവായ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയനെ സ്നേഹാദരപൂർവ്വം ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. പ്രിയമുള്ളവരെ, സമുദ്രം മുഴുവൻ മഷിയായിരുന്നെങ്കിലും മരങ്ങൾ മുഴുവൻ പേനയായിരുന്നെങ്കിലും ദൈവമഹത്വം പ്രകീർത്തിക്കുവാൻ അതുപോലും മതിയാകുമായിരുന്നില്ല എന്നർത്ഥം വരുന്ന ഒരു പരാമർശം പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇവിടെ മഷിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് മിതാദ്. ഏതായാലും നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം ഈ മിതാദ് സന്ധ്യയുമായി നിങ്ങളെയൊക്കെ വീണ്ടും കാണാനും ഈ വേദിയിൽ ഒന്നിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിന് കാരണക്കാരായ എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ട്. ഏഷ്യാനെറ്റും ഈസ്റ്റ് കോസ്റ്റും സംയുക്തമായി അവതരിപ്പിക്കുന്നു എന്ന് നിങ്ങളറിഞ്ഞ, ഞാൻ പറഞ്ഞ ഈ ഷോയുമായി ബന്ധപ്പെട്ട് നിങ്ങളറിയാത്ത ചിലത് കൂടി പറയുവാൻ, നിങ്ങളെ അറിയിക്കുവാൻ അതിന് യോഗ്യനായ, അർഹനായ ഒരാളെ ഞാൻ ഈ വേദിക്ക് പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഗൾഫ് മലയാളികൾക്ക്, ഈ പാവപ്പെട്ട മുഖ്യൻ്റെ നമസ്കാരം. ഒരു സത്യം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഏഷ്യാനെറ്റും ഈസ്റ്റ് കോസ്റ്റും ചേർന്നൊരുക്കുന്ന ഒരു പരിപാടിയല്ല. എൻ്റെ ഗവൺമെൻറ് 2.5 വർഷം പിന്നിട്ടതിൻ്റെ വാർഷികാഘോഷ പരിപാടിയാണ്. സത്യത്തിൽ ഇത് എറണാകുളത്ത് വെച്ച് നടത്താനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോഴാണ് എറണാകുളം ഇലക്ഷൻ്റെ റിസൾട്ട് വന്നത്. എന്താ സുരേഷ് സാർ, എറണാകുളത്ത് ഇലക്ഷനെ തോൽക്കാൻ കാരണം എന്താണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ പറയുക, എറണാകുളം ഇലക്ഷന് ഞാൻ തോൽക്കാനുള്ള പ്രധാന കാരണമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, എതിര് നിന്ന സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോട് ജയിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ മിസ്റ്റർ വിജയനോട് ചോദിച്ചു, നമുക്കിത് എറണാകുളത്ത് വെച്ച് നടത്തുന്നു. അപ്പോൾ വിജയൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഗൾഫിൽ വെച്ച് നടത്താം. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി.
കാരണം ഗൾഫിൽ ഏതായാലും എൻ്റെ പാരകളാരും വരില്ലല്ലോ എന്നുള്ള സന്തോഷം. അതുമാത്രമല്ല, ഗൾഫിലെ അധ്വാനിക്കുന്ന മലയാളി സുഹൃത്തുക്കൾ വളരെ ഗംഭീരമായിട്ട് ഈ പ്രോഗ്രാം ആസ്വദിക്കുകയും ചെയ്യും. ആ ഒരു സന്തോഷം. അങ്ങനെ ഈ പ്രോഗ്രാം ഗൾഫ് നാടുകളിൽ ഉടനീളം ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3-4 ഷോ ഗംഭീര വിജയമായപ്പോൾ ഏഷ്യാനെറ്റും ഈസ്റ്റ് കോസ്റ്റും എന്നെ പതുക്കെ ഒഴിവാക്കാൻ വളരെ പൈശാചികമായ, വളരെ മൃഗീയമായ സമീപനമാണ് അവരെടുത്തത്. എന്തിനേറെ പറയുന്നു, എന്നെ ഒഴിവാക്കിക്കൊണ്ട് ഇവർ പത്രസമ്മേളനം വരെ വിളിച്ചുകൂട്ടി. എന്തോ ഭാഗ്യത്തിന് സുരേഷ് ഞാൻ അറിഞ്ഞു. അവിടെ എനിക്കതുകൊണ്ട് എങ്ങനെയോ പങ്കെടുക്കാൻ പറ്റി. Good morning, ladies and gentlemen. We welcome you to the press conference, the first press conference for Midad Sandhya, Lulu Midad Sandhya in UAE. On my right is dynamic Mr. Vijayan from East Coast, who's actually created the concept, and probably for the first time we're looking at a show which is full of stars, at the same time very unique on an experimental stage which has been extremely successful in rest of the GCC. Asianet has been for the first time this year, as we call it, the phase 3, where we moved in from television, radio into events. And to start with was obviously to associate with Mr. Vijayan of East Coast, who has always been known for doing shows. And ഇതെന്താ പരിപാടി? ഇത് എൻ്റെ ഗവൺമെൻറ് 3 വർഷം തികഞ്ഞതിൻ്റെ വാർഷികാഘോഷ പരിപാടി. അത് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചത് എനിക്കിപ്പോൾ പാരായി. കാരണം ഇതിപ്പോൾ അവരുടെ പരിപാടിയായിട്ട് നടത്താണ്. ഏഷ്യാനെറ്റും ഈസ്റ്റ് കോസ്റ്റ് വിജയനും കൂടി ചേർന്ന് അവരുടെ പരിപാടിയായിട്ട് നടത്തി. കേരളത്തിലെ എൻ്റെ പാരകളെ പേടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് സ്വന്തം പരിപാടിയായിട്ട് നടത്താനാണോ പരിപാടി? ഇവിടെ പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ഇപ്പം ഞാൻ വന്നത് കാരണം ഇത് അറിഞ്ഞു. എന്താ വിജയൻ്റെ ഉദ്ദേശം? സോറി സാർ, ഞാനല്ല ഇതിന് ഉത്തരവാദി, ഏഷ്യാനെറ്റുകാരാണ്. എന്നോട് പറഞ്ഞതാ, നമുക്കിപ്പോൾ ഏതായാലും ഒരു അവസരം കിട്ടിയാണ്, ഇത് മോറെടുക്കാം, അദ്ദേഹം ഇവിടെ കാണത്തില്ല, പോയിട്ടാണെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനൊരു അബദ്ധം പറ്റി പോയതാണ്. ഇതിപ്പോൾ ഏഷ്യാനെറ്റുകാരല്ലല്ലോ, വിജയനല്ല ഞാൻ ഏൽപ്പിച്ചേക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടെ ഇല്ല. അപ്പോൾ വിജയൻ അത് വേണ്ട രീതിയിൽ നോക്കി നിർത്തണ്ടേ? എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? എല്ലാവരും കൂടി തെറ്റ് എൻ്റെ തലയിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ എല്ലാ തെറ്റും ഞാനാണിപ്പോൾ തെറ്റുകാരെ. നാട്ടിൽ നിൽക്കാൻ പറ്റാതെ പേടിച്ച് ഇങ്ങോട്ട് വന്ന് ഇപ്പം ഇവിടെ സ്വസ്ഥത തരില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നടത്തി. അപ്പൊ കേരളത്തിൽ മാത്രമല്ല എനിക്കെതിരെയുള്ള പാരകൾ, ഇപ്പൊ ഗൾഫിൽ വരെ വന്നിരിക്കുകയാണ്. എൻ്റെ പുറകെ ഇങ്ങനെ പാരകൾ എൻ്റെ പുറകെ ഇങ്ങനെ ചുറ്റിക്കൂടിക്കിട്ട് എനിക്ക് എന്ത് കഷ്ടകാലമാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്നത് നിങ്ങളേതായാലും മുഷിപ്പിക്കുന്നില്ല കൂടുതൽ പറഞ്ഞ്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ഗ്രൂപ്പുകാർ കേരളത്തിൽ, അല്ല കുറച്ച് കലാകാരന്മാർ കേരളത്തിൽ നിൽച്ചിട്ടുണ്ട്. അവർ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓരോരുത്തരെ വിളിക്കും. അതാ ആദ്യ കലാകാരനെ വിളിക്കാം സാർ. ചിരിയുടെ തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കാം ഈ കലാകാരനെ. ഏഷ്യാനെറ്റിൻ്റെ സിനിമയിലൂടെ മറ്റ് ഹാസ്യപരിപാടികളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന സാജു കൊടിയൻ. നമസ്കാരം സാർ. നമസ്കാരം. സാജു കുടിയൻ അല്ലേ? എന്താ അവസ്ഥ നിങ്ങളിങ്ങനെ? എൻ്റെ ഗവൺമെൻറ് മദ്യപാനത്തിന് വളരെ എതിരാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല? എൻ്റെ പൊന്ന് സാറ്, എൻ്റെ പേര് സാജു കുടിയൻ എന്നല്ല, സാജു കൊടിയൻ എന്നാണ്. അത് മാത്രമല്ല, ഈ മദ്യം എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ കൈ കൊണ്ട് പോലും തൊട്ടിട്ടില്ല. എന്നിട്ടാണോ നിങ്ങളിങ്ങനെ ആടിക്കൊണ്ട് വേദിയിലേക്ക് കിടന്നത്? അയ്യോ, അത് ഞാൻ പുറകിലൊരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ കയറാൻ നേരത്ത് നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ഒരു കോള കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ദാഹിച്ചിട്ട് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കോള എനിക്ക് തന്നു. ഇനി അതിനകത്ത് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈസ്റ്റ് കോസ്റ്റ് വിജയനല്ലേ മിക്സ് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പാണ്. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകും? ഞാൻ മിമിക്രി കളിക്കാൻ പോണു. എൻ്റെ കർത്താവ്, എനിക്ക് ഈ മിമിക്രിക്കാരെന്ന് കേട്ട പേടിയാണ്. എന്താ? ഞാൻ എപ്പോഴൊക്കെയോ പ്രസംഗിച്ചപ്പോൾ ഒന്ന് പറഞ്ഞുപോയി, വളരെ പൈശാചിയും വളരെ മൃഗീയും. ഇന്നിപ്പോൾ ഏത് കൊച്ചു കുട്ടിയെ കണ്ടാലും ഉടനെ വളരെ പൈശാചിയും വളരെ മൃഗീയും.
ഒന്ന് വാതിർന്ന് പ്രസംഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. എൻ്റെ സാറേ, ഞാൻ അങ്ങനത്തെ ആളല്ല. എനിക്ക് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്ക് സാജുവിനെ വളരെ ഇഷ്ടമാണ്. ആണോ? എനിക്ക് മാത്രമല്ല, ഈ ഗൾഫ് പ്രേക്ഷകർക്ക് മുഴുവനും സാജു വളരെ പ്രിയപ്പെട്ടവരാണ്. ആണോ? അപ്പോൾ അവർക്ക് വേണ്ടി 2 വാക്ക് സംസാരിച്ചിട്ട് പെട്ടെന്ന്. പ്രിയമുള്ളവരെ, നിരവധി അനവധി സൂപ്പർ സ്റ്റാറുകളുടെ പ്രോഗ്രാമുകൾ, സിനിമാ താരങ്ങളുടെ പ്രോഗ്രാമുകൾ കണ്ട കണ്ണുകൾക്ക് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ഞങ്ങൾ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സിനിമാക്കാർക്ക് പ്രൊഡ്യൂസർമാരുണ്ട്, അവരെ താങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും കൈയടികളുമാണ് വീണ്ടും വീണ്ടും ഞങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. അത് നിർലോഭമായി തരും എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നമസ്കാരം. എന്തൊരു വിനയമുള്ള പയ്യനാ നോക്കി. ആ ശരീരത്തിൻ്റെ അഹങ്കാരം വല്ലതും ആ വാക്കുകളിലുണ്ടോ? വളരെ മിടുക്കനെ കേട്ടോ. അടുത്ത ആളാരെന്ന് വെച്ചാൽ വിളിക്കാം സർ. കലാകേരളത്തിന് വളരെ സുപരിചിതനായ വ്യക്തിയാണ് ഈ ബീരാനിക്ക. ശബ്ദത്തിലൂടെ ആ കഥാപാത്രത്തെ അറിഞ്ഞ് സിനിമാലയിലൂടെ കൂടുതൽ അടുത്തറിഞ്ഞ ഹരിശ്രീ മാർട്ടിൻ. നമസ്കാരം സാർ. നമസ്കാരം. ഹരിശ്രീ മാർട്ടിൻ അല്ലേ? അതെ. എന്താ നിങ്ങൾ ഈ ഹരിശ്രീ വരെ പഠിച്ചിട്ടുള്ളൂ? അയ്യോ അല്ല സാർ, എൻ്റെ മുഖത്ത് ഈ ഹരിയും സ്ത്രീയും ഒരുമിച്ച് വന്നുകൊണ്ടാണ് എല്ലാവരും ഹരിശ്രീ മാർട്ടിൻ എന്ന് പറയുന്നത്. അത് ശരി. അപ്പൊ എൻ്റെ മുഖത്തൊന്ന് കാണുന്നു ഉണ്ടല്ലോ, സാറിൻ്റെ മുഖത്തുണ്ടല്ലോ. വളരെ പൈശാചിയോ വളരെ മൃഗീയോ. അതെ, കൂടുതൽ സംസാരിക്കാൻ നിൽക്കില്ല. എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകും. അതെ, ഇതാണ് ഈ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. പ്രിയമുള്ളവരെ, ഏഷ്യാനെറ്റും ഈസ്റ്റ് കോസ്റ്റും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ മിതാദ് സന്ധ്യയിലെ ഈ സായം സന്ധ്യ സുന്ദരമാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി തന്നെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം അർപ്പിക്കുകയാണ്. ഈ പ്രോഗ്രാം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. മതി മതി. താങ്ക് യു സർ. ഒരു ഹരിയും ശ്രീയും തെളിയുന്ന മുഖം കിട്ടി. അടുത്ത ആളാരെ വിളിച്ചു. ഹാസ്യപരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഏഷ്യാനെറ്റിൻ്റെ സിനിമാലയിലൂടെ ശ്രദ്ധേയമായ കലാകാരൻ. അഭിനയം മാത്രമല്ല, ആശയവും രചനയുമെല്ലാം ഈ കലാകാരൻ്റെ സിനിമാലയ്ക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. ജയരാജ് സെഞ്ചുറി. നമസ്കാരം സാർ. നമസ്കാരം. ജയരാജ് സെഞ്ചുറി അല്ലേ? അതെ. എന്താ നിങ്ങൾ ക്രിക്കറ്റ് കളിച്ചാണോ ഈ സെഞ്ചുറി എന്നുള്ള പേര് നേടിയത്? അല്ല സാർ, ഞാനൊരു മിമിക്രി കലാകാരനാണ്. എൻ്റെ കർത്താവ്, അത് വീണ്ടും മിമിക്രി. ഏഷ്യാനെറ്റിനും ഈസ്റ്റ് കോസ്റ്റിനെ ഇത് നടത്താൻ ഏൽപ്പിച്ചത് വീണ്ടും എനിക്ക് പാരായോ? സാറ് വെറുതെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ സാറിൻ്റെ ഒരു ഫാനാണ്. ഞാൻ കാണിക്കുന്ന മിമിക്രി ഏതായാലും സാറിന് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഒന്ന് ജയരാജ് അനുകരിച്ച് കാണിച്ചു. സാറിന് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ അനുകരിക്കുകയാണ്. ശ്രീമണിക്ക് ആന്റണി കേരള സംസ്ഥാനത്ത് ഭരണത്തിൽ വന്നിട്ട് കേരള സംസ്ഥാനം ഓരോ ദിവസം ചെല്ലും തോറും പാതാളത്തിലേക്ക് ആണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണ് ആണ് അല്ല അല്ല അല്ല, അതൊന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാളെ അനുകരിച്ച് കാണിച്ചു. ഇനിയിപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ അനുകരിക്കണമെന്നുണ്ടെങ്കിൽ സാറിനെ തന്നെ ഞാൻ അനുകരിക്കണം. എൻ്റെ കർത്താവ്, അത് വേണ്ട. ഇപ്പൊ എന്നെ അനുകരിക്കാനായിട്ട് കേരളത്തിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, ഒരു രാജീവ് കളമിച്ച്. അവരെന്നെ കൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ താനായിട്ട് അത് വേണ്ട. എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി. പ്രിയമുള്ള ഗൾഫ് മലയാളി സുഹൃത്തുക്കളെ, ഏതൊരു വലിയ ഷോയുടെയും വിജയം എന്ന് പറയുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ സഹകരണമാണ്, നിങ്ങളുടെ പ്രോത്സാഹനമാണ്. നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഈ മിതാദ് സന്ധ്യയ്ക്കും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 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 ഓരോരോ മിമിക്രിക്കാരെ ഇറക്കി വിട്ടേക്ക്. അടുത്ത ആരാന്ന് വെച്ചാൽ വിളിച്ച്. ചലച്ചിത്രങ്ങളിലെ ഹാസ്യ ജോഡികളെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ ഫിലിമി തമാശ നമുക്ക് സമ്മാനിച്ചത് അനൂപ്, സുബി എന്നീ 2 സമർത്ഥരായ താരങ്ങളെയാണ്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. അനൂപ്, സുബി അല്ലേ? അതെ. നിങ്ങൾ എന്താ ഇരട്ടകളാണോ? ഇരട്ടകളോ? ഞങ്ങൾ ഒറ്റകൾ പോലും അല്ല സാർ, അല്ലേ? അതെ സർ. നിങ്ങളിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങളിവിടെ സ്റ്റേജി തമാശ. സ്റ്റേജി തമാശ. അതെ, ഞങ്ങൾ ഏഷ്യാനെറ്റിലെ ഫിലിമി തമാശ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. സ്റ്റേജ് വന്നപ്പോൾ സ്റ്റേജി തമാശ ചെയ്യാന്ന് വെച്ചു. പക്ഷെ ഞങ്ങളിപ്പോൾ ഏഷ്യാനെറ്റിലില്ല. അതെന്ത് പറ്റി? അല്ല, ഞങ്ങളുടെ തമാശ ആൾക്കാർക്ക് സീരിയസ് ആയിട്ട് തോന്നിയപ്പോൾ സീരിയസ് ആയിട്ട് തോന്നിയപ്പോൾ ഏഷ്യാനെറ്റുകാരും സീരിയസ് ആയി.
ഇവിടെ ഇപ്പം നിങ്ങൾ ഏതായാലും സീരിയസ് ആവണ്ട. ഇവിടെ ഇപ്പം നമ്മൾ ഈ പ്രേക്ഷകർ എന്തെങ്കിലും 2 തമാശയൊക്കെ പറഞ്ഞ് രസിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാം അല്ലേ? ശരി സാർ. പ്രിയപ്പെട്ട ഗൾഫ് മലയാളികളെ, ഞാൻ ആദ്യമായിട്ടാണ്. ഇല്ല അനൂപ്, ഞാൻ ആദ്യം. അല്ല സുബി, ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് വന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങാന്ന്. അല്ല, ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയില്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇല്ല, എപ്പോഴും പെണ്ണുങ്ങൾക്ക് പ്രിഫറൻസ് കൂടുതൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങാം. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയോണ്ട് ഞാൻ പറഞ്ഞു ഇല്ല തീർക്കാം. അനൂപ്, ഞാൻ പറഞ്ഞു തുടങ്ങാം. അല്ല, ഞാൻ പറഞ്ഞു തുടങ്ങിയോണ്ടാ ഞാൻ പറഞ്ഞു. ഇല്ല, സാർ തന്നെ പറ. എല്ലായിടത്തും പെണ്ണുങ്ങൾക്കല്ലേ പ്രിഫറൻസ് കൂടുതൽ? ഇല്ല ഇല്ല അനൂപ്, ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. അല്ല, ഞാനാ തുടങ്ങിയത്, ഞാൻ തന്നെ തീർക്കും. എനിക്കത് നിർബന്ധമാണ്. ഇല്ല, ഞാൻ പറഞ്ഞു തുടങ്ങാം. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു തുടങ്ങി, എന്താ ഇപ്പൊ കുഴപ്പം? അല്ല, എന്തിനെങ്കിലും നിർബന്ധം പിടിക്കണത്? ഞാൻ പറഞ്ഞു തുടങ്ങി, എന്താ കുഴപ്പം? പിന്നെ ഇയാൾ പറ. ഒന്ന് നിർത്തി ഒന്ന് പോയി. താങ്ക് യു സർ. താങ്ക് യു സർ. വെറുതെയാണ് ഏഷ്യാനെറ്റുകാർ പിടിച്ച് പുറത്താക്കിയത്. അടുത്ത ആരാന്ന് വെച്ചാൽ പെട്ടെന്ന്. ശരത്താണ് നമ്മുടെ പ്രിയ നടൻ. ശരത്തിനെ വിളിക്കും. അഭിനയചാതുരിയും സംഗീതവും എല്ലാം പൈതൃകമായി കിട്ടിയ നടനാണ് ശരത്. ചലച്ചിത്രത്തിൽ ലഭിച്ച മികച്ച കഥാപാത്രങ്ങളിലൂടെ അക്ഷയപാത്രം, വാവ, സ്വന്തം തുടങ്ങിയ സീരിയലിലൂടെ കുടുംബ സദസ്സുകളുടെ പ്രിയ നടൻ ശരത്. പാടാൻ മറന്നതെന്തേ പാതിരാ പൂങ്കുയിലേ അല്ല സാറ്, രമേശ് ഒരു ഫോൺ വന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. ഉടനെ വരും, അദ്ദേഹം വരും. പ്രേക്ഷകരോട് ശരത്തിൻ്റെ വാക്ക് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായാണ് ഇങ്ങനൊരു മെഗാ ഷോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഒരുപക്ഷെ ചിലരുടെയെങ്കിലും വീട്ടിലെ സ്വീകരണ മുറിയിൽ ഞാൻ എത്തിയിട്ടുണ്ടാവും, സീരിയലിലൂടെയും സിനിമയിലൂടെയും. എന്തായാലും ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിൽ ഞാൻ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനോടും ഏഷ്യാനെറ്റിനോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. മാതാപിതാക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഗുരുക്കന്മാരെയും ഈശ്വരന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പ്രോത്സാഹനം ഈ മിതാദ് സന്ധ്യയിലെ എല്ലാ കലാകാരന്മാർക്കും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താരോദയങ്ങൾ കൊതിക്കുന്ന കലാകേരളത്തിന് ഒരു പ്രതീക്ഷ. രാജീവ് ഈസ്റ്റ് കോസ്റ്റ് ആൽബങ്ങളിലൂടെ ദൃശ്യമാധ്യമത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച ഈ പുതുമുഖ നായകൻ ഊമക്കുയിൽ, വേനൽ മഴ എന്നീ TV സീരിയലുകളിലൂടെ ശ്രദ്ധേയനായി. മിതാദ്, മദീദ്, ജദീദ്, നിനക്കായ് എന്നീ ദൃശ്യാനുഭവങ്ങൾ നൽകിയ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇപ്പോൾ ക്യാമ്പസ് എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് കടക്കുന്നു ഈ യുവനടൻ രാജീവ്. റഹ്മത്തിൻ വാതിൽ തുറന്നുള്ള മാസം റമളാനിലുണ്ടേറെ പുണ്യവിശേഷം പാപവിമോചിതമാകും. പ്രിയമുള്ളവരെ, ഗൾഫ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതിന് വേദിയൊരുക്കി തന്ന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനോടും ഏഷ്യാനെറ്റിനോടും എൻ്റെ നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ആൽബങ്ങൾ കൈനീട്ടി സ്വീകരിച്ച നിങ്ങൾ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും ഞങ്ങൾക്കുണ്ടാകണം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു രാജീവ്. ബാല്യത്തിൽ തന്നെ വളരെ പ്രശസ്തയായ ഗായിക നാസ്നി. ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഉടനെ ജുമൈലത്ത്, ജദി തുടങ്ങിയ 150ഓളം കാസറ്റുകളിൽ ഈ ഗായിക പാടിയിട്ടുണ്ട്. ദൈവം തൊട്ടനുഗ്രഹിച്ച മധുരമുള്ള ശബ്ദമുള്ള ആ ഗായികയെ ഇതാ വേദിയിലേക്ക് വിളിക്കുന്നു. നാസ്നി. നമസ്കാരം, ഞാൻ ആസ്നിൻ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഈസ്റ്റ് കോസ്റ്റും ഏഷ്യാനെറ്റും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ മിതാദ് സന്ധ്യയിൽ എന്നെ ക്ഷണിച്ച വിജയൻ അങ്കിളിനോടും ഏഷ്യാനെറ്റിനോടും ഞാനെൻ്റെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു നസ്നൻ. പുത്തൻ പ്രതിഭകളെ കണ്ടെത്തുന്നതിലും കലാകേരളത്തിന് പരിചയപ്പെടുത്തുന്നതിലും ഈസ്റ്റ് കോസ്റ്റ് ആത്മാർത്ഥമായ ശ്രമം എക്കാലത്ത് നടത്തിയിട്ടുണ്ട്. മിതാദ് സന്ധ്യയിലെ മിക്ക കലാകാരന്മാരും കലാകാരികളും അക്കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഇതാ UAE-യിൽ നിന്നും മറ്റൊരു പ്രതിഭ, പ്രിയങ്ക. ഓണത്തെക്കുറിച്ച് ഈസ്റ്റ് കോസ്റ്റ് ദൃശ്യവൽക്കരിച്ച മാവേലി നാടുവാണിയിടും കാലം എന്ന നോൺ സ്റ്റോപ്പ് വീഡിയോ CD-യിലും റിലീസ് ചെയ്യാൻ പോകുന്ന ഗസൽ പൂക്കളിലെ 3 ഗാനങ്ങളിലും പ്രിയങ്ക ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു. നൃത്തവും അഭിനയവും ഒരുപോലെ ഇണങ്ങുന്ന കലാകാരി പ്രിയങ്ക. നമസ്കാരം, ഞാൻ പ്രിയങ്ക സെബാസ്റ്റ്യൻ. നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നു.
ഈ വേദി ഒരുക്കി തന്ന ഈസ്റ്റ് കോസ്റ്റിനോടും ഏഷ്യാനെറ്റിനോടും നന്ദിയുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും കൂടിയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നവാഗത പ്രതിഭകളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഈസ്റ്റ് കോസ്റ്റ് യു എയിൽ നിന്നും സമർത്ഥരായിട്ടുള്ള 2 കലാകാരികളെ പരിചയപ്പെടുത്തുന്നു. ഈ അരങ്ങേറ്റം ഇവരുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാകട്ടെ. ഹൃദയപൂർവ്വം നമുക്കവരെ സ്വാഗതം ചെയ്യാം. അനിത ആൻഡ് സി വേദിയിലേക്ക്. സംഗീത ചക്രവാളത്തിൽ പുതിയൊരു താരോദയം എന്നൊക്കെ വിശേഷിപ്പിക്കാം അഫ്സൽ എന്ന ഗായകനെ. രാക്ഷസി എന്നൊരൊറ്റ ഗാനം കൊണ്ട് തന്നെ മലയാളികളുടെ ഹൃദയം കവർന്ന ആ കലാകാരനെ, ആ പാട്ടുകാരനെ ഇതാ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഫ്സൽ. ഹലോ എവരിബഡി, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഒട്ടേറെ യുവ കലാകാരന്മാരെയും കലാകാരികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ മിതാദ് സന്ധ്യയിൽ എന്നെയും ഉൾപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനായി ഈസ്റ്റ് കോസ്റ്റിനോടും ഏഷ്യാനെറ്റിനോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ മിതാദ് സന്ധ്യയുടെ ആദ്യം മുതൽ അവസാനം വരെയും എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഹലോ, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വിളിക്ക്. ഓക്കെ സർ, നമ്മുടെ പുതിയ പാട്ടുകാരൻ അഫ്സൽ എന്ന പാട്ടുകാരൻ. പിന്നെ അഫ്സലിനെ എനിക്ക് എത്രയോ നേരത്തെ അറിയാം. നമ്മുടെ ശകുന്തള എന്ന ചിത്രത്തിലെ രാക്ഷസി എന്ന ഗാനം അഫ്സൽ എത്ര മനോഹരമായിട്ട് പാടിയിരിക്കുന്നത് അല്ലേ? ശകുന്തള റിലീസ് ചെയ്തപ്പോൾ ഞാൻ ജനിച്ചിട്ട് പോലില്ല സാർ. അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ലോ അഫ്സല്, അല്ലേ? നല്ല പാട്ടുകാരാണ് സാർ. ഏതായാലും അഫ്സൽ ഈ പ്രോഗ്രാം ഗംഭീരമാക്കണം. എങ്കിൽ എന്റെ 25ാം വാർഷികത്തിനും അഫ്സലിനെ തന്നെ വിളിച്ചിരിക്കും. അപ്പൊ ഗംഭീരമാക്കണം കേട്ടോ അഫ്സലെ. ഓക്കെ, ശരി സാർ. താങ്ക് യു. നമുക്ക് അടുത്ത കലാകാരനെ വിളിക്കാം സാർ. എന്താ സാർ, എന്താ പറ്റിയത് അതെ സുരേഷ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. സുരേഷ് ജനങ്ങളെ ബോറടിപ്പിക്കാതെ പരിപാടി തുടങ്ങി അനൗൺസ് ചെയ്യും. പെട്ടെന്ന് അദ്ദേഹത്തിനൊരു അസ്വസ്ഥത ഉണ്ടായതാണ്, ക്ഷമിക്കണം. എന്തായാലും 5 മിനിറ്റ് അദ്ദേഹം വിശ്രമിച്ച ശേഷം മടങ്ങി വരും. നമുക്ക് അടുത്ത കലാകാരനെ എന്തായാലും പരിചയപ്പെടാം. രാജീവ് കളമശ്ശേരി. ഹാസ്യാനുകരണ രംഗത്ത് ഒരു വിസ്മയം എന്ന് പറയാം. രാജീവ് കളമശ്ശേരി. രാജീവ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം, അസ്സലാമു അലൈക്കും. 3ാം തവണയാണ് ഈ വേദിയിൽ നിൽക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുന്നത്. അതിന് ജഗദീശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. ഒപ്പം ഏഷ്യാനെറ്റിനോടും ഈസ്റ്റ് കോസ്റ്റിനോടും എന്നെ വളർത്തി വലുതാക്കിയ നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രാജ്. ഹാസ്യാനുകരണ രംഗത്തൊരു വിസ്മയം എന്നൊരു വാക്ക് മുൻപ് ഞാൻ പറഞ്ഞു. എന്തെന്നാൽ നമുക്കറിയാം, ഈ അനുകരണ രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശബ്ദം കൊണ്ടാണ് അനുകരിക്കാറുള്ളത്. പക്ഷേ ഒരു വ്യക്തിക്ക് ശബ്ദം മാത്രമല്ല, നമുക്കെല്ലാം അറിയാം രാജീവ് ആരെയാണ് അനുകരിക്കുന്നത്? സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ശ്രീ AK ആൻ്റണിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ, അതായത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഉയരം, കഷണ്ടി, ശബ്ദം, ഇതെല്ലാം തന്നെ ഒത്തിണങ്ങിയ ഒരു കലാകാരനെ അപൂർവമായിട്ടേ നമുക്ക് കലാലോകത്തിന് കിട്ടാറുള്ളൂ. രാജീവ് അക്കാര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ, നമുക്കൊരു വിസ്മയം തന്നെയാണ്. അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ലീഡർ എന്ന സിനിമയിലെ മുഖ്യമന്ത്രിയുടെ ലക്ഷം പിന്നാലെ എന്ത് സാർ സാർ ഇവിടെ എന്ത് സാർ? എന്റെ കർത്താവ്, ഒന്ന് ശ്വാസം വിടാ, ഒന്ന് മാറി, ഒന്ന് ശ്വാസം വിടാനും കൂടി സമ്മതിക്കുന്നു. ഒന്ന് മാറി എന്റെ കർത്താവ്. ഇതാ ഇവിടെ വന്ന ഇവിടെ എനിക്ക് സ്വസ്ഥത തരുന്നു. ഇവിടെ നിന്നല്ല, തനിക്കൊരു സ്ഥലത്തും ഞാൻ സ്വസ്ഥത തരില്ല. തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേറെ ഗോ ഐ ആം ദേർ. ഇവിടെ സത്യത്തിൽ എന്താ പരിപാടി നടക്കുന്നത്? ഇതിപ്പോ എന്റെ ഗവൺമെന്റ് 3 വർഷം തികഞ്ഞതിന്റെ ആഘോഷ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഞാനും എൻ്റെ ഗ്രൂപ്പും അറിയാതെ ഒരു ആഘോഷം.
എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് കളിയൊന്നുമല്ല. എന്നാലും സർക്കാരിൻ്റെ കാര്യമായതുകൊണ്ട് എന്നെയും എൻ്റെ ഗ്രൂപ്പിനെ അറിയിച്ചിരിക്കണം. അറിയിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യാൻ പോണേ? അറിയിച്ചില്ലെങ്കിൽ എറണാകുളത്ത് വരുന്ന സംഭവം ഇവിടെ അൽനാസറിലും സംഭവിക്കും. അത് തന്നെ. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. എന്നെയും എൻ്റെ ഗ്രൂപ്പിനെയും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താം. ഇവിടെ വന്നിരിക്കുന്ന ഈ ജനങ്ങളെ വിചാരിച്ചുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. ആരെ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ വിളിച്ചോ. പ്രിയമുള്ള ഗൾഫ് മലയാളി സുഹൃത്തുക്കളെ, വിജയം കൊണ്ടുവന്നവരെ ഡാക്ടർക്ക് മിമിക്രിക്കാരെ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ സ്റ്റേജിൽ അണിനിരത്താൻ കൊണ്ടുവന്നിട്ടുള്ളത്. പങ്കുജുദാസ്, ഗുലാം അലി, ജഗജിത് സിംഗ് പോലുള്ള ഗസൽ ഗായകന്മാരുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളി ഗസൽ സിംഗറുണ്ട്. അദ്ദേഹത്തെ ചിലപ്പോൾ നിങ്ങൾ അറിയില്ലായിരിക്കും. ആദ്യമായിട്ടാണ് അദ്ദേഹം ഗൾഫ് നാടുകളിൽ കൊണ്ടിരുന്നത്, അതും എൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ. അദ്ദേഹം മറ്റാരുമല്ല, ശ്രീ ഉമ്പായ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മിതാദ് സന്ധ്യ എന്ന പരിപാടിയിലൂടെ മിഡിൽ ഈസ്റ്റിലും എമിറേറ്റ്സിലും എത്തിച്ചേരാൻ സാധിച്ചതിൽ അത്യധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം കാണാനും നിങ്ങൾക്ക് വേണ്ടി പാടാനും അവസരം തന്ന ഈസ്റ്റ് കോസ്റ്റ് വിജയനും ഏഷ്യാനെറ്റിനും ഞാൻ എൻ്റെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. കണ്ടില്ലേ, എനിക്കിത് കിട്ടണം. താങ്ക് യു. കേരളത്തിൽ കൊച്ചി കിടന്ന ആളാ. അദ്ദേഹത്തെ ആദ്യമായിട്ട് കൊച്ചിയിൽ ഇവിടെ ഗൾഫ് നാടുകളിൽ കൊണ്ട വ്യക്തി ഞാനാ. ഏഷ്യാനെറ്റിനും ഈസ്റ്റ് കോസ്റ്റിനും നന്ദിയുണ്ട്, എനിക്ക് മാത്രം നന്ദിയില്ല. എനിക്കിത് കിട്ടണം. ഞാൻ പലരെയും വളർത്തി വലുതാക്കി, അവരൊക്കെ പറന്ന് പന്തലിച്ചു. ഇപ്പോൾ എന്നെ യാതൊരു മൈൻഡില്ല. അതെ, നന്ദി കിട്ടിയില്ല. അത് പരാതിയിലൊന്നും പറയണ്ട. നിങ്ങൾ ഇവിടെയുള്ള മിമിക്രിക്കാരെ കുറ്റം പറഞ്ഞല്ലോ. മിമിക്രിക്കാരെ കൂടാതെ ഗൾഫിൽ ഒരു പരിപാടി നടക്കില്ല. ഗൾഫ് മലയാളികളുടെ പൾസ് തനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ടത് ഗൾഫ് മലയാളികളുടെ പൾസ്. അപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് പറയണ്ട. അപ്പോൾ മിമിക്രിക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തണ്ട. ഏതായാലും നിങ്ങൾക്കൊരു അവസരം തന്നു, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് എത്തി തന്നാൽ. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, മിമിക്രിക്കാരി വേദിയിൽ കയറിയാൽ ഞാൻ ഈ പരിപാടി കൊലൻ തോണ്ടും. ഒരുത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് താന്ന് ഒരു തലയിൽ കയറിയിരുന്ന് നിരങ്ങാന്നായിരിക്കണേ. ആരെങ്ങനെ പിടിച്ചിരുന്നതാക്കി എന്തൊക്കെ പ്രശ്നം ഉണ്ടായി ശരി, ഗൾഫ് മലയാളികളുടെ മുമ്പിൽ മിമിക്രിക്കാരെ അവതരിപ്പിച്ചാൽ ഞാൻ ഈ പരിപാടി കൊലൻ തോണ്ടും. സംഭവിച്ചാലും ശരി, മിമിക്രിക്കാരി വേദിയിൽ വന്നാൽ ഞാൻ ഈ പരിപാടി കൊലൻ തോണ്ടും. നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ ഇയാൾ തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങളെ തമ്മിൽ തീർക്കണം. എന്തൊക്കെ പ്രശ്നം ഉണ്ടായി ഞാൻ ഈ പരിപാടി കൊലൻ തോണ്ടും. ഇതെന്താണ് എറണാകുളം മാർക്കറ്റാ? ഇതെന്താ ചന്തേ? കുറെ നേരം ഓരോരുത്തർ കയറി വന്ന് ഓരോരോ പ്രശ്നങ്ങൾ മനുഷ്യന്റെ ഒരു തരത്തിൽ സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാൽ. എന്റെ പൊന്ന് സാർ, ഇവിടെ ഒച്ചപ്പാടും ബഹളമുണ്ടാക്കാൻ വേണ്ടി വന്നല്ലേ? നമ്മൾ നല്ലൊരു പരിപാടി അവതരിപ്പിക്കാൻ നമ്മളിവിടെ വന്നത്. നിങ്ങൾ ഇവിടെ കിടന്ന് ഈ പറഞ്ഞ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കല്ലേ? ഇവിടെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കില്ല, അതിന്റെ ഇടയിൽ കയറി ഇതിന്റെ ഇടയിൽ വന്ന് പ്രശ്നം. ഒരു കാര്യമുണ്ട്, ഈ ഒച്ചപ്പാടും ബഹളം കേട്ട ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന്. ഹൈക്കമാൻഡ് അല്ലേ? ഹൈക്കമാൻഡ് വന്നിട്ട് എന്നെ തല്ല് കൊല്ല് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഹൈക്കമാൻഡ് അല്ലത്. ഇത് നമ്മളെ ഇന്ന് ശരിയാക്കി തരുന്നു. സാറിനും കിട്ടും, രണ്ടെണ്ണത്തിനും കിട്ടുന്നു. ആരൊക്കെ വന്നാലും ആരായാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. അവർ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട ഒരാള് ഡൽഹിയിൽ നിന്നല്ലേ എവിടെ നിന്ന് വന്നാലും ശരി, എനിക്ക് വെറും പുല്ല. सबसे बड़े लोगों को हमारा शमशा है. आओ आओ, अरे लीडर जी आओ, जाओ आओ जाओ. इधर से क्या प्रोग्राम है? മിതാദ് സന്ധ്യ എന്നുള്ള പരിപാടിയാണ്. संध्या को हमारा शमशा करता है. നമുക്കിത് 2-3 കലാകാരികളോട് വിളിക്കാനുണ്ട് സാർ. അവരെ വിളിക്കട്ടെ സാർ. बुलाओ. കരണങ്ങളുടെയും മുദ്രകളുടെയും ലൈവ് വിന്യാസത്തിന് ഒരു പര്യായമാണ് രമ്യ. ഈസ്റ്റ് കോസ്റ്റ് ആൽബങ്ങളിലൂടെ ശ്രദ്ധേയായി നർത്തകി സംസ്ഥാന ദേശീയ തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ വാൽക്കണ്ണാടിയുടെ അവതാര കൂടിയാണ് രമ്യ രവീന്ദ്രൻ. അസർമുല്ലപ്പൂവേ അഴകിൻ നിലാവേ കിനാവിൻ്റെ തോണി തുഴഞ്ഞെത്തും ഭൂറി ഇതാ നിന്റെ തോഴൻ. നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഷോയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഇതിനെനിക്ക് അവസരം ഒരുക്കി തന്ന ജഗദീശ്വരനോടും ഈസ്റ്റ് കോസ്റ്റ് വിജയ് സാറിനോടും ഏഷ്യാനെറ്റിനോടും നന്ദി ഞാൻ ഈ വേളയിൽ രേഖപ്പെടുത്തുന്നു.
ഈ പ്രോഗ്രാമിലുടനീളം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനം കാംക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഏവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. സാർ, അടുത്ത കലാകാരി വിളിക്കുക. ശാരിക. ഈസ്റ്റ് കോസ്റ്റിൻ്റെ പ്രമുഖ ആൽബങ്ങളിലൂടെ വിജയൻ ഈസ്റ്റ് കോസ്റ്റ് സംവിധാനം ചെയ്ത് ഏഷ്യാനിലൂടെ സംപ്രേഷണം ചെയ്ത നിനക്കായി എന്ന ശ്രദ്ധേയമായിട്ടുള്ള ടെലിഫിലിമിലെ നായിക ശാരിക. ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനവസരമൊരുക്കി തന്ന ഈസ്റ്റ് കോസ്റ്റിനോടും ഏഷ്യാനെറ്റിനോടും സർവോപരി ഈശ്വരനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നന്ദി. സർ, അടുത്ത കലാകാരി വിളിക്കാം. മിതാദ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്ന മുഖം, മിതാദ് എന്ന വീഡിയോ ആൽബത്തിൻ്റെ വൻ വിജയത്തിന് നിമിത്തമായത് ഈ സുന്ദരമുഖമാണ് രാധിക. നിറയുന്ന പുഞ്ചിരിയിലൂടെ നിലാവ് പെയ്തിറങ്ങുന്ന അനുഭവമായി നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നു രാധിക. പാൽനിലാ പുഞ്ചിരി തൂകുമാ സുന്ദരി, പേരെഴും ഭൂരി പൂമകൾ ഫാത്തിമ. നമസ്കാരം. എൻ്റെ അഭിനയ ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്താൻ നിമിത്തമായ അനുഗ്രഹീത പേരാണ് മിതാദ്. മിതാദിലെ ഫാത്തിമയെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തരും അതേ മനസ്സോടും ഹൃദയത്തോടും മിതാദ് സന്ധ്യ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്റ്റേജ് ഷോയിലും എന്നെ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വേദിയിൽ നിങ്ങളോടൊത്ത് ചെലവഴിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കിയ ഈസ്റ്റ് കോസ്റ്റിനോടും ഏഷ്യാനെറ്റിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതിനെല്ലാം ഉപരിയായി സർവേശ്വരനോട് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. अरे बेटी, तुम्हारा नाम डेमी है? नो साहब, डेमिया. तुम एशियानेट का बाल कनाडी में एक्टिंग करती है? जी साहब. तुम्हारा अभिनय बहुत अच्छा है. धन्यवाद जी. तुम बाल कनाडी में एक मारेंगे पहन रही है. तुम एक्टिंग करता है? जी साहब. गाने गाते? जी साहब. डांसिंग करती है? जी साहब. तुम एक ऑलराउंडर है? हाँ, एक ऑलराउंडर खूब साहब. तुम्हारा नाम वारिगा? नहीं सर, शारिगा. हिंदी मालूम? थोड़ा थोड़ा. सोडा चाहिए? सोडा नहीं है. सोडा नहीं सर, थोड़ा थोड़ा. तुम्हारा परफॉर्मेंस बहुत अच्छा है. तुम एक्टिंग करती ही बहुत अच्छा है. അയ്യോ, അച്ഛനല്ല, ആൽബത്തിൽ ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. अच्छा, मैं हिंदी में बोलता है नल्लद है. അപ്പൊ അമ്മാന്ന് വെച്ചാൽ ചീത്താന്നോ? अरे क्या बोलते यार, क्या भाई खांडो करते. तुम्हारा नाम पिरादिका? नो सर, राधिका. तुम्हारा फेस बहुत अच्छी है. थैंक यू सर. मैम एक क्रॉनिक बैचलर है, आलोचना करके की हूँ. तुम्हारा ईस्ट कोस्ट का एल्बम बहुत अच्छा है. ईस्ट कोस्ट का एल्बम क्या क्या है? നിനക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി സ്വന്തം. പാവയ്ക്കായി, വെണ്ടയ്ക്കായി, കത്രിക്കായി, കുന്തം. അയ്യോ, കുന്തമല്ല സർ, സ്വന്തം. ईस्ट कोस्ट का एल्बम का गान बहुत सुंदर है, लेकिन एक सत्यम है, ये गान मेरा गान है. ईस्ट कोस्ट मुझे नाड़ी बाकी है. अरे लड़कियों, ये तुम्हारा शोभा है निया? यस सर. जा तैयार करो. थैंक यू. जा. अरे लीडर जी, आओ. तुम पंजारा कुटर है. तुम्हारा रानी बहुत अच्छा है. आओ. तुम चक्कर कुटन है. एक मिनट. हम एक है, हमको जाति नहीं है, मत नहीं है, ग्रुप नहीं है. ये नए भारत का बनाएगा, इसके लिए तुम्हारा मन तन सब समर्पण करोगे. शेकन करो.
शेक हैंड करो, हम एक है।